മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ പ്രതാപന് മാർക്കോ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ പ്രതാപൻ വീട്ടിൽ വന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു കിളവി വന്ന് എല്ലാം കുളമാക്കി എന്നെ അവിടെ ഇട്ട് ആളുകൾ നല്ലോണം ഉപദ്രവിച്ചു. അമ്മ എനിക്ക് നടുവും പുറമൊന്നും അനക്കാൻ പാടില്ല. അമ്മ തൽക്കാലം ഒരു പണി കുറച്ച് വെള്ളം ചൂടാക്കുക, എനിക്ക് മേത്തേക്ക് ഒന്ന് ചൂട് പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളുടെ മോഹിനി അവിടെ വന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് ഇവർക്കറിയില്ല. അങ്ങനെ മോഹിനി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഇവനാണെങ്കിൽ ആകെ ഇങ്ങനെ വേദന കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പ്രതാപേട്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടി മോഹിനി എന്ന് പറയണം. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാ ഇവിടെ രാവിലെ തൊട്ട് അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥനയല്ലേ, നിനക്കും നമ്മളുടെ കരണമോൾക്കും എന്തെങ്കിലും ആപത്ത് വന്നെന്ന് പറഞ്ഞു, അതിൻ്റെ ആയിരിക്കും ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട്, ശരിക്കും പ്രതാപേട്ടന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാ, അവിടെ വെച്ച് കുറച്ച് പേര് എന്നെ വെറുതെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പം അതെന്തിനാ അമ്പലത്തിൽ വന്ന ഒരു പ്രതാപേട്ടനെ ഉപദ്രവിക്കണം? പ്രതാപേട്ടൻ സാധാരണ അങ്ങനെ അമ്പലത്തിലേക്കൊന്നും പോകാറില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നിന്നെ ബോധിപ്പിച്ചിട്ട് വേണോടി, നീ പോയി കുറച്ച് വെള്ളം ചൂടാക്കുക, അവനക്ക് മേലൊക്കെ വേദനയാന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, എന്തായാലും നല്ലതല്ലല്ലോ ചെയ്തേക്കണത്, എല്ലാവരോടും ദ്രോഹം മാത്രമല്ല ചെയ്തേക്കണേ, അതിന് ഭഗവാനായിട്ട് തരുന്ന തിരിച്ചടിയായിരിക്കും. എന്തായാലും അമ്പലത്തിൽ പോയതും നല്ല മനസ്സോടുകൂടിയാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. കണ്ണനും ലക്ഷ്മി മോൾക്കും എന്തെങ്കിലും ആപത്ത് വരുത്താൻ വേണ്ടിയിട്ട് പോയതായിരിക്കും, അതിന് കിട്ടിയ ശിക്ഷയല്ലേ. എന്തായാലും ഇതുകൊണ്ടൊന്നും നിങ്ങൾ പഠിക്കൂല, ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ മേടിച്ച് കൂട്ടുമെന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കരുണയെ വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ എടുത്തത് എന്താ മുത്തശ്ശിന്ന് ചോദിക്കുമ്പോൾ മോളെ പ്രതാപനെ ഇന്ന് അമ്പലത്തിലിട്ട് ആളുകൾ തല്ലിയെന്ന് പറയണു. അന്നേരം ഈ കരുണ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മുത്തശ്ശി, അച്ഛനെന്തിനാ അമ്പലത്തിൽ പോയെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം മോള് പറഞ്ഞില്ലേ കണ്ണൻ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന്, അതുകൊണ്ട് കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയെന്ന് പറയുമ്പോൾ അതെന്തിനാ അച്ഛൻ കണ്ണേട്ടനെ കാണണേ, അല്ലെങ്കിൽ തന്നെ അയാൾ ഭയങ്കര ദേഷ്യത്തിലല്ലേ, അച്ഛനെ കണ്ട എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം എന്ത് പറയാനാ മോളെ, അവൻ പോയ കാര്യം നടന്നുമില്ല, കണക്കിന് ഇടി കിട്ടുകയും ചെയ്തു, ഇപ്പം അവനക്ക് അനങ്ങാൻ പോലും പറ്റാതെ ഇവിടെ ഇരിക്കുക, മോളൊന്നും ഇവിടെ വരെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരാനാ മുത്തശ്ശി, എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്, എല്ലാ പണിയും കഴിയുമ്പോൾ എൻ്റെ നടുവൊടിയും, ഇനി എനിക്ക് വരാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കണ്ണനും അനന്തവും കൂടി അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പം ലേഖ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്തായി കണ്ണേട്ട പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പം പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല ഇന്ന് അവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. അന്നേരം ലേഖ ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ എന്ത് രസകരമായ സംഭവം ഉണ്ടാവാനാന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, ആ പ്രതാപനക്ക് ഞാൻ നടക്കുമെന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അയാളൊരു സന്യാസിയുടെ വേഷത്തിൽ അമ്പലത്തിൽ വന്നിരുന്ന് ആളുകളുടെ കൈയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ദിവ്യായ അമ്മയുടെ കാര്യം ഞങ്ങൾ പറയാറില്ലേ, എന്നെ മഹീനെ എപ്പോഴും കാണാറുള്ള ആ അമ്മ വന്നിട്ട് അയാളുടെ ആ മുഖംമൂടിയൊക്കെ വലിച്ചു കീറി അയാളെ ആളുകളെല്ലാം അവിടെ ഇട്ട് പൊതിരെ തല്ലി അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ആ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ നടന്നല്ലേ അമ്പലത്തിലേക്ക് പോയേ, അയാളെങ്ങാനും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ലേഖ, ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പോയതിന് ശേഷം അയാൾ അവിടെ വന്നത്, പിന്നീട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചേർന്ന് അയാളെ തല്ലി ഓടിക്കുകയും ചെയ്തു, പിന്നീട് ഞങ്ങൾ അയാളെ കണ്ടില്ല എന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, ഇയാളെയും കൊണ്ട് വലിയ ശല്യമായല്ലോ, എത്ര കിട്ടിയാലും പഠിക്കൂലാത്ത ജന്മങ്ങൾ, എന്തായാലും ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല കണ്ണേട്ട, എത്രയും പെട്ടെന്ന് അയാൾക്ക് നല്ല തിരിച്ചടി കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ വീണ്ടും വീണ്ടും മഹീനയും കണ്ണേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പം അനന്തവും പറയുന്നുണ്ട്, അത് ലേഖ പറഞ്ഞത് ശരിയാടാ, നീ എന്തായാലും മാർക്കോയെ വിളിച്ച് കാര്യങ്ങൾ പറ, മാർക്കോയ്ക്ക് അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, മാർക്കോയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അയാൾ വീട്ടിൽ തന്നെ ഇരുന്നോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ നിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് പണി തീർക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ണേട്ടം വരുമ്പോൾ ഇനി അതിനായിരിക്കും നീ ചീത്ത വെക്കാൻ പോണേന്ന് പറയുമ്പം ഇപ്പം തന്നെ തീരും ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കണ്ണൻ്റെ കാറിൻ്റെ ഒച്ച കേട്ടതും മഹാലക്ഷ്മി കണ്ണേട്ടം വന്നു എന്നും പറഞ്ഞ് മുൻവശത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ണനെ കണ്ടതും കണ്ണേട്ട അമ്പലത്തിൽ പോയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചില്ലേ, വഴിപാടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ മഹി അതെല്ലാം ചെയ്തു, പിന്നീട് ഇന്ന് അമ്പലത്തിലൊരു സംഭവം ഉണ്ടായി. ആ സമയത്ത് മഹാലക്ഷ്മി പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ച കണ്ണേട്ട, കണ്ണേട്ടന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, തൻ്റെ രണ്ടാനച്ഛനില്ലേ ആ പ്രതാപൻ, അയാൾക്ക് ഞാൻ നടക്കുമെന്ന് സംശയം ഉണ്ടെന്ന് തോന്നുന്നു, ഇന്ന് അയാൾ വേഷം മാറി അമ്പലത്തിൽ വന്നിരുന്നു, എന്നിട്ട് കണ്ണേട്ടനെ കണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം എന്നെ കണ്ടോന്നുമില്ല, പക്ഷേ അതിനു മുമ്പ് നമ്മളെപ്പോഴും കാണാറുള്ള ആ ദിവ്യായ അമ്മയില്ലേ, അത് വന്നിട്ട് അവൻ്റെ കള്ളത്തരമൊക്കെ പൊളിച്ചടുക്കി അമ്പലത്തിൽ നിന്ന് നല്ല അടിയും കൊണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയേക്കണേ, ഇനി കുറച്ച് ദിവസത്തേക്ക് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധ്യതയില്ല. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്,
ഇത്രയൊക്കെ ആയിട്ടും അയാളുടെ മനസ്സിനൊരു മാറ്റമില്ലല്ലോ കണ്ണേട്ട. എന്തായാലും ഇത്രയും നാളും ദുഷ്ടത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയെങ്കിലും അയാളുടെ സ്വഭാവം നന്നാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അയാളൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ല, എന്തായാലും അയാളെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, മാർക്കോയോട് പറഞ്ഞ് അയാളെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന്. പിന്നീട് കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുമ്പം നമ്മളുടെ കരുണയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇങ്ങനെ മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് ദുർഗ ഉണ്ണീനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഉണ്ണി നടക്കുന്നത്, ഇപ്പം തന്നെ കരുണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കണ്ണനും മഹാലക്ഷ്മിക്കും കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് ഒരിക്കലും ഇവളിങ്ങനെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല, ഇവൾക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതമ്മേ എനിക്കും മനസ്സിലാവാത്ത, കുറേ ദിവസമായി ഞാനിവളെ ശ്രദ്ധിക്കണു, ഇവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ പിന്നെ മഹാലക്ഷ്മി പറയുന്നതൊന്നും ഇവൾ അനുസരിക്കാറില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഹാലക്ഷ്മി എന്ത് പറഞ്ഞാലും ഇവൾ അതെല്ലാം അനുസരിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നോടും എതിർത്ത് പറയലൊക്കെ കുറവാണ്, നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യം കരുണ ഒളിപ്പിക്കുന്നുണ്ട് അമ്മേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അങ്ങനെ കരുണമോളെ എന്ത് രഹസ്യം ഒളിപ്പിക്കാനാടാന്ന് വയ്ക്കുമ്പം അതാ എനിക്കും ഇതുവരെ മനസ്സിലാവാത്ത. എന്തായാലും അവളുടെ അച്ഛന് സുഖമില്ലാണ്ടായതിനു ശേഷം അവളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്ന്, അല്ലെങ്കിൽ അവൾ എപ്പോഴും എന്നെ പരിഹസിക്കാറുണ്ടായിരുന്ന. പിന്നെ അത് മാത്രമല്ല അമ്മേ, ഇവളും അമ്മാവനുമായിട്ട് ഇപ്പോൾ ഒരുപാട് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അമ്മാവൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ പോകാമെന്നും പറഞ്ഞ് ഇവള് പോണ കണ്ടു, തിരിച്ചു വന്നപ്പോൾ പൈസയൊന്നും കിട്ടിയില്ല. അപ്പം നീ ചോദിച്ചില്ലേ ഇവളെന്തിനാ പൈസ വാങ്ങണേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചോദിച്ചമ്മേ, പക്ഷെ അവൾ വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. എന്നോട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തുമെന്നും പറഞ്ഞ് എന്നെ കളിയാക്കി കൊണ്ട് പോവുകയോ ചെയ്ത്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം മോനെ, ഇല്ലെങ്കിൽ കരുണമോൾ ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുമെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കണേ, പക്ഷേ അവളോട് ചോദിച്ചിട്ട് അവളൊന്നും തുറന്ന് പറയുന്നില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ഭക്ഷണമൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞതും മഹാലക്ഷ്മിയും കണ്ണനും കൈ കഴുകി വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നീ ഭക്ഷണം കൊണ്ടു വെച്ചാൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ, ഇനി വിളമ്പി തരാൻ വേറെ ആരെങ്കിലും വരുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ തന്നെ വിളമ്പി തരാമെന്ന് പറയുന്നു. ഈ സമയത്താണ് ദുർഗയും ഉണ്ണിയും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. ദുർഗയും ഉണ്ണിയും വരുന്ന സമയത്താണ് ഈ മഹാലക്ഷ്മി ഇങ്ങനെ പറയണ കേൾക്കണം. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ദുർഗയും ഉണ്ണിയും കൂടെ താഴേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ വിളമ്പിക്കണ്ടറി, നിനക്ക് വാരി തരാനും കൂടെ പറയാമെന്ന് പറയുമ്പം തൽക്കാലം ഇപ്പോൾ വാരി തരുമൊന്നും വേണ്ട, തൽക്കാലം വിളമ്പി തന്നാൽ മതി, പിന്നെ ഞാനിവളോട് വാരി തന്നെന്ന് പറഞ്ഞാൽ ഇവള് വാരിയും തരും, അതിലൊരു തർക്കമില്ല എന്ന്. ആ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് ദുർഗ പറയുന്നുണ്ട് നീ എന്താടി ഈ കാണിക്കണേ, എന്തെങ്കിലും ചെയ്ത് കരുണമോളെ ഇവിടുന്ന് ഓടിക്കാനാണോ നോക്കണേന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ആരെയും ഓടിക്കാനൊന്നും നോക്കണില്ല, എന്തായാലും ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണം, ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താടാ കണ്ണ ഈ ഇവള് ചെയ്തു കൂട്ടുന്നത്, കരുണമോളാണെങ്കിൽ അവളുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിച്ചതാ, എന്നിട്ട് കരുണമോളെ ഇവിടിട്ട് കഷ്ടപ്പെടുത്തുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ കരുണേനെ രാജകുമാരിയായിട്ട് വാഴിച്ചോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, ഇനി ഇതിനൊരു മാറ്റമില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അമ്മ ആ എതിർപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി, അമ്മയുടെ എതിർപ്പൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ടാവുന്നു. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്നാലും കരുണേനെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തണേ, ഒന്നുമില്ലാതെ കരുണ ഇതുപോലെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് എന്താണെന്നൊക്കെ അവൾക്കറിയാം, അവൾ അതിൽ പേടിച്ച് തന്നെ നിൽക്കണേ, ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ നിനക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുമ്പം കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ഞാനിവിടെ ജോലി ചെയ്യണതിന് ഉണ്ണിയേട്ടൻ എന്താ പ്രശ്നം, ഉണ്ണിയേട്ടൻ പോയ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതെയെന്ന്. അന്നേരം ഉണ്ണിയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മാർക്കോയെ കാത്ത് നിൽക്കുകയാണ്. ആ സമയം മാർക്കോയുടെ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും എന്താ കണ്ണൻ സാറെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ആ പ്രതാപനക്ക് എന്നെ എന്തോ സംശയമുണ്ട്, എന്ത് സംശയമാണെന്ന് ചോദിക്കുമ്പം ഞാൻ നടന്നു തുടങ്ങിയെന്ന് സംശയം ഉണ്ടെന്നാണ് തോന്നണേ, അത് കണ്ടുപിടിക്കാനും കണ്ട അയാൾ ഇന്നലെ അമ്പലത്തിലേക്ക് വേഷം മാറി വന്നത്. എന്നിട്ട് കണ്ണൻ സാറിനെ അയാൾ കണ്ടോന്ന് ചോദിക്കുമ്പം ഇല്ല മാർക്കോ അതല്ലേ രസം, അയാളവിടെ വേഷം മാറി ഒരു സന്യാസിയുടെ രൂപത്തിൽ കൈനോട്ടാനായിട്ടിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാനും മഹിയും ഒരു ദിവ്യായ അമ്മയെ കാണാറുണ്ടെന്ന്, എനിക്കന്ന് ആ വിഗ്രഹം തന്നെ അമ്മ, ആ അമ്മ അവിടെ വന്നിട്ട് ആ പ്രതാപൻ്റെ മുഖംമൂടിയൊക്കെ വലിച്ചു കീറി താടിയും മുടിയൊക്കെ വലിച്ചു കുറച്ചെടുത്തതും ആൾക്കാരെല്ലാം കൂടി പ്രതാപനെ തല്ലി ഓടിച്ചു. അത് കേട്ടതും മാർക്കോയാണ് ഈ കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നാലും പ്രതാപൻ്റെ ഒരു വിധിയെ എവിടെ പരിപാടി നടത്തിയാലും പരാജയം തന്നെയാലോ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഇനിയും അയാൾ അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, ഈ പരിപാടിയായിട്ട് അയാൾ മുന്നോട്ട് പോകും, എൻ്റെ അച്ഛനെ കൊന്ന സത്യം ഞാൻ അറിഞ്ഞപ്പോൾ അയാൾ ഒതുങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അയാൾ ദുഷ്ടനാണ് കണ്ണൻ സാറേ, അതുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും കണ്ണൻ സാറിനെ ഉപദ്രവിക്കാനായിട്ട് നടക്കണേ, ഇനി എന്തായാലും അയാളെ ഇങ്ങനെ വിടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് അയാളെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയും ഉണ്ണിയും കൂടെ ചേർന്ന് കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരുണ ഇങ്ങനെ ജോലി ചെയ്യണേ? ആ മഹാലക്ഷ്മി പറയണതെല്ലാം നീ അനുസരിക്കുന്നുണ്ടല്ലോ, അവരെന്ത് പറഞ്ഞാൽ നിന്നെ ഭീഷണിപ്പെടുത്തണേന്ന് ചോദിക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന കാര്യം ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം വളരെ പരിതാപകരമാവുമെന്ന് കരുണയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കരുണ പറയുന്നുണ്ട്, അവരെന്നെ ഭീഷണിപ്പെടുത്തണമെന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് സ്വയം തോന്നി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാമെന്ന്. എന്തായാലും ഞാനും ഉണ്ണിയേട്ടനും ഒറ്റയ്ക്ക് താമസിക്കുവാണെങ്കിലും ഉണ്ണിയേട്ടന് ഭക്ഷണമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരണ്ടേ. അപ്പോൾ വേലക്കാരിനെ നിർത്താനുള്ള കഴിവൊന്നും ഉണ്ണിയേട്ടനില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് കരുതിയാൽ ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേന്ന് പറയുമ്പം നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ ഉള്ളൂ, ആ മഹാലക്ഷ്മി പറയണത് പോലെ തന്നെ അത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും, അവർക്ക് വിളമ്പി കൊടുക്കും, കണ്ണൻ്റെ റൂമിൽ ചായ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ദുർഗ പറയുമ്പം അതിപ്പോൾ അയാളല്ലേ ഇവിടുത്തെ ചിലവൊക്കെ നടത്തുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടേ അമ്മ ഇവിടെ ജീവിക്കാമെന്ന് ചോദിക്കുമ്പം ഇതിനു മുമ്പ് നീ അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. കാരണം ഇതിനു മുമ്പ് കണ്ണേട്ടനോടൊക്കെ ഇതിന് മര്യാദക്ക് പെരുമാറാൻ പറയുമ്പോൾ തന്നെ നിൻ്റെ വീട്ടിൽ സ്വത്തുണ്ട്, ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും നിന്നെ പൊന്നു പോലെ നോക്കൂന്നൊക്കെയാലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ നിൻ്റെ അഭിപ്രായമൊക്കെ മാറിയോന്ന് ചോദിക്കണം. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ, ഞാൻ ജോലി ചെയ്യണതാണോ അതും പ്രശ്നമായിട്ടാണ് നിങ്ങൾ കാണണേന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല, മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, നീ ഇനി ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഞാൻ എന്ത് രഹസ്യം മറയ്ക്കാനാ, ഇനിയിപ്പോൾ അതും പറഞ്ഞ് നിങ്ങൾ എന്നെ സംശയിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് കരുണ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം ദുർഗയും ഉണ്ണിയും എന്തൊക്കെയോ സംശയം കൊണ്ട് ഇങ്ങനെ കരുണ പോണതും നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ കാറിൽ വരാണ്. കാറിൽ വന്നതും കാർ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് അവിടെ ഇറങ്ങി ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ബൈക്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ പ്രതാപൻ്റെ കാറ് കണ്ടതും പ്രതാപൻ ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് മാർക്കോ ബുള്ളറ്റ് അവിടെ നിർത്തിയിട്ട് പതിയെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ മറുവശം തിരിഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രതാപൻ്റെ തോളത്ത് മാർക്കോ കൈവച്ചതും ഇതാരാ എൻ്റെ തോളത്ത് കൈവച്ചേക്കണേന്നുള്ള ചിന്തയിൽ പ്രതാപൻ തിരിഞ്ഞു നോക്കുന്നതും മാർക്കോനെയാണ് കാണുന്നത്. എന്നിട്ട് മാർക്കോയെ കണ്ടതും പ്രതാപനാണെങ്കിൽ പേടിയോടുകൂടി മാർക്കോയോ നീ എന്താണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നതാ, നിന്നെ കുറച്ച് ദിവസമായി ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നത് നീയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, പിന്നീട് നിന്നെ വിട്ട് കളഞ്ഞതാ, ഇപ്പം നീ കണ്ണൻ സാറിൻ്റെ പുറകെ വേഷം മാറി നടക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നിന്നെ ഞാൻ തന്നെ ഒന്ന് കൈകാര്യം ചെയ്ത് നിൻ്റെ ശരിക്കുള്ള ഷേപ്പ് ഒന്ന് മാറ്റിയേക്കാന്ന് കരുതി വന്നതാന്ന് പറയുന്നു. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്ന് പ്രതാപന് കണക്കിന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.